കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം.
ജീവിത പ്രതീക്ഷമങ്ങി നീ തളർന്നാലും പ്രത്യാശയ്ക്കു ദൈവം നിന്നെ വീണ്ടെടുത്തിടും. എൻ മകളെ നീകയല്ല, ദൈവം നിന്നെ മറക്കില്ല. പ്രത്യാശയ്ക്കു ദൈവം നിന്നെ വീണ്ടെടുത്തിടും. എൻ മകളെ നീകയല്ല, ദൈവം നിന്നെ മറക്കില്ല. അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നെന്നോട് പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നെന്നോട് പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെയും ഈശോയുടെ പ്രാർത്ഥനയും കുറിച്ച് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, ലൂക്കാ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിലൂടെ നിരന്തരം ദൈവപിതാവുമായിട്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന ഈശോയുടെ ചിത്രം നമുക്ക് വരച്ചു കാട്ടിത്തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈശോ ജ്ഞാനസ്നാന സമയത്ത് പ്രാർത്ഥിച്ചുവെന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ ആവസിച്ചുവെന്നും നമ്മൾ വായിക്കുന്നു, ധ്യാനിക്കുന്നു. വീണ്ടും നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ തൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് രാത്രി മുഴുവൻ പിതാവുമായിട്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന ഈശോയുടെ ചിത്രം നമ്മൾ ധ്യാനിക്കുന്നു. വീണ്ടും 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ മലയിലേക്ക് പിതാവുമായിട്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന അവസരത്തിലാണ് ഈശോയ്ക്ക് രൂപാന്തരീകരണം സംഭവിക്കുക. വീണ്ടും ഈശോയുടെ മരണസമയത്ത് ഈ പ്രാർത്ഥനയുടെ ഒരു ക്ലൈമാക്സ്, പ്രാർത്ഥനയുടെ വലിയ ഭാവം നമ്മൾ കണ്ടെത്തുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, നിൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് സമർപ്പിക്കുന്ന ഈശോയുടെ, പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ചിത്രം നമ്മൾ കാണുന്നു. ഇങ്ങനെ ലൂക്കായുടെ സുവിശേഷം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ മലമുകളിൽ അല്ലെങ്കിൽ ഏകാന്തതയിൽ അല്ലെങ്കിൽ രാത്രി മുഴുവൻ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെയെല്ലാം പ്രാർത്ഥിച്ചു കടന്നു പോകുന്ന ഈശോയുടെ ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് ഈശോയുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ, ഈശോയുടെ പ്രാർത്ഥനാ ജീവിതം നമ്മളോട് പറയുന്നു പ്രാർത്ഥന സമം പിതൃപുത്ര ബന്ധം എന്നാണ്. അതായത് പിതാവിൻ്റെ മുൻപിലായിരുന്നു കൊണ്ട് ഒരു പുത്രൻ തൻ്റെ ആഗ്രഹങ്ങളെ അവതരിപ്പിക്കുന്നു. എന്നിട്ട് ആ പുത്രൻ പിതാവിൻ്റെ ഹിതമെന്താണ് എന്ന് അന്വേഷിക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് ഈശോയുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട 2 തലക്കെട്ടുകൾ POC ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ധ്യാനിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ ഭാഗത്ത് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സ്നേഹിതൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നുണ്ട്,
സ്നേഹിതൻ വന്നപ്പോൾ കൊടുക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് സ്നേഹിതൻ തൻ്റെ അയൽവക്കത്തുള്ള സ്നേഹിതൻ്റെ അടുക്കലേക്ക് പോയിട്ട് തൻ്റെ വീട്ടിൽ അതിഥിയായെത്തിയ മനുഷ്യന് കൊടുക്കുവാനായിട്ടുള്ള അപ്പം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്: അവൻ തൻ്റെ സ്നേഹിതനാണ് എന്ന് കരുതി അപ്പം കൊടുത്തില്ലെങ്കിൽ പോലും അവൻ്റെ നിർബന്ധം കാരണം തൻ്റെ സഹോദരനായ, തൻ്റെ സ്നേഹിതനായ അയൽക്കാരന് അപ്പം കൊടുക്കും എന്ന് ഈശോ പറയുന്നു. തുടർന്ന് ഈശോ പറയുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായിട്ട് തുറന്നു തരും. ഈശോയുടെ പ്രാർത്ഥനയുടെ ശക്തിയെ പ്രതിപാദിക്കുവാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ മുട്ടേണ്ടത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. നമ്മൾ ആക്ച്വലി ചോദിക്കേണ്ടത്, എനിക്ക് വീടിന് വേണ്ടിയാണോ, എൻ്റെ ജോലിക്ക് വേണ്ടിയാണോ, അതോ എൻ്റെ സ്വാർത്ഥപരമായ, എൻ്റെ ബാഹ്യമായ ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈശോ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈശോ ഉടനടി തൻ്റെ പിതാവിൻ്റെ ഹിതം നിവർത്തിയാക്കേണ്ടതാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ഈശോ തൻ്റെ പ്രാർത്ഥനയെ തിരുത്തുകയാണ്. എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുകയാണ്. കഴിഞ്ഞിടെ എന്നെ സമീപിച്ച ഒരു സ്ത്രീയുടെ മുഖം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ആദ്യമായിട്ട് അവരെന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞതിതാണ്: രോഗിയായ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു സഹോദരനെ ഈ സഹോദരി ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോഴെല്ലാം അവളുടെ പ്രാർത്ഥനയും അവളുടെ സ്വപ്നവും ഇതായിരുന്നു: ഈശോ ആ മകനെ സൗഖ്യപ്പെടുത്തും എന്നുള്ളതായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി എൻ്റെ പ്രാർത്ഥനാ സഹായമൊക്കെ ആവശ്യപ്പെട്ട് ഈ സ്ത്രീ അയൽവക്കക്കാരനായ സഹോദരനെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ അവിടെ വെച്ച് ഇയാളുടെ രോഗം കൂടുകയാണ്. അങ്ങനെ ഈ മനുഷ്യനെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ്റെ രോഗം മൂർച്ഛിച്ച് ഇദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരണമടയുകയാണ്. ഏതാണ്ട് 2 ആഴ്ചകൾക്ക് ശേഷം ഈ സ്ത്രീ വീണ്ടും എന്നെ കാണാൻ വന്നു. സങ്കടത്തോടുകൂടി ഇവൾ പറഞ്ഞു, എനിക്ക് വലിയ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈശോയെ നോക്കുവാനോ ഈശോയോട് പ്രാർത്ഥിക്കുവാനോ എനിക്ക് സാധിക്കുന്നില്ല. ജനങ്ങളുടെ മുൻപിൽ എൻ്റെ മുഖം താഴ്ന്നു പോകുന്നു. ഇവൾ പറയുകയായിരുന്നു, ഈ മരിച്ചുപോയ സഹോദരൻ്റെ മകൻ ഈ സഹോദരിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച ബൈബിള് എടുത്തുകൊണ്ട് പോവുക. കാരണം നിങ്ങളുടെ ദൈവത്തിന് പോലും എൻ്റെ അച്ഛനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. ഈ വാക്കുകളൊക്കെ ഓർമ്മ വരുമ്പോൾ ഈ സഹോദരിക്ക് വിഷമമാണ്. അവൾ പിന്നീട് 2 ആഴ്ചയായിട്ട് ദേവാലയത്തിൽ ദിവ്യബലിക്ക് വന്നിട്ടില്ല, വീട്ടിൽ ജപമാല പ്രാർത്ഥിച്ചിട്ടില്ല, കുമ്പസാരിച്ചിട്ടില്ല. എല്ലാവരെയും കാണുമ്പോൾ അവളുടെ തല താഴ്ന്നു പോവുകയാണ്. അവൾ പറഞ്ഞു, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരരെ, ഈശോയുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഈ സ്ത്രീ പറയുകയാണ്, എനിക്ക് പ്രാർത്ഥനയുടെ ശക്തിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെയെല്ലാം ഈശോ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്: പ്രാർത്ഥന എന്നാൽ ഞാൻ എൻ്റെ ദൈവപിതാവിൻ്റെ പക്കൽ, മകളായ ഞാൻ എൻ്റെ ദൈവപിതാവിൻ്റെ പക്കൽ പോയിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നു. തടസ്സമൊന്നുമില്ല, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈശോയോട് പറയാം. പക്ഷേ 2ാമത്തെ സ്റ്റെപ്പിൽ ഈശോ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയെ തിരുത്തുവാനുമായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈശോ സുവിശേഷത്തിലൂടെ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മൾ ഉണർത്തിക്കുന്നതിൽ, അറിയിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു, ഒരു മകൻ ഒരു മകൾ സ്വാതന്ത്ര്യത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുകയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഇഷ്ടങ്ങളെ ഉണർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മോട് പറയും,
എന്തൊക്കെയാണ് സാധ്യമാകേണ്ടത്, എന്തൊക്കെയാണ് അവിടുന്ന് നിവർത്തിയാക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ചേഞ്ച് ചെയ്യുവാൻ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ വ്യത്യാസം വരുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് ഈശോയുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതം നിവർത്തിയാക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരാൾക്കാണ് പ്രാർത്ഥനയിൽ വളർന്നു അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മീയത സ്വന്തമാക്കിയെന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥനയുടെ ഈ ഒരു പൂർത്തീകരണം, ക്ലൈമാക്സ് നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ കുരിശിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് പാഠമായിട്ട് മാറുന്നത്. ഈശോ ദൈവപിതാവിൻ്റെ ലക്ഷ്യം നിവർത്തിയാക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് ആഗതനായത്. എന്നാൽ ഒരു വേള തൻ്റെ പീഡാസുഖങ്ങളുടെ നടുവിൽ ഈശോ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പാനപാത്രം, സഹനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എന്നാൽ ഈശോ തിരിച്ചറിയുകയാണ് കുരിശിൽ തൻ്റെ ജീവിത ലക്ഷ്യം ഇതല്ല, സഹനങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, കുരിശുമരണത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് ദൈവപിതാവ് തൻ്റെ ജീവിതത്തിലൂടെ എന്ത് ആഗ്രഹിച്ചോ അതിനുവേണ്ടി തൻ്റെ ജീവിതത്തെ ഒരുക്കുകയും ആ ജീവിതത്തെ കുരിശിൽ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈശോ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. അതുകൊണ്ടാണ് ഈശോയ്ക്ക് കുരിശിൽ പീഡകൾ സഹിച്ചപ്പോഴും തൻ്റെ നേരെ ഒത്തിരിയേറെ ആക്ഷേപവാക്കുകൾ ചൊരിഞ്ഞവരോടും കുന്തം കൊണ്ട് തൻ്റെ പാർശ്വത്തിൽ കുത്തിയവരോടും ക്ഷമിക്കുവാനും ഏറ്റവും ഒടുവിൽ തനിക്ക് ജീവൻ തന്ന ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക്, പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, വർഷങ്ങൾക്ക് മുൻപ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ മാസികയായ കെയ്റോസിൽ വായിച്ച ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. സ്നേഹമുള്ള ഒരു പിതാവും ആ പിതാവിൻ്റെ മകനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഈ പിതാവ് പറയുകയാണ്, നിൻ്റെ പരീക്ഷ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നീ നല്ല രീതിയിൽ മാർക്ക് വാങ്ങി ജയിക്കുന്നുവെങ്കിൽ നിനക്ക് തക്കതായ നല്ലൊരു സമ്മാനം തരുമെന്ന് ഈ പിതാവ് വാഗ്ദാനം കൊടുക്കുകയാണ്. ഈ പിതാവിൻ്റെ ആഗ്രഹത്തിന് അപ്പുറം ഈ മകൻ വലിയ വലിയ സ്വപ്നങ്ങൾ, വലിയ വലിയ സമ്മാനം ആഗ്രഹിക്കുകയാണ്. ഈ സ്നേഹമുള്ള പിതാവിനോട് മകൻ പറയുന്നു, എനിക്ക് ഒരു ബൈക്ക്, നല്ലൊരു ബൈക്ക് സമ്മാനമായിട്ട് വാങ്ങിത്തരണം. എന്നാൽ ഈ പിതാവ് ആശങ്കയിലാവുകയാണ്. ചെറുപ്പക്കാരനായ തൻ്റെ മകന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്താൽ അവൻ ശ്രദ്ധയില്ലാതെ ആ ബൈക്ക് ഓടിച്ച് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ഈ പിതാവ് ആശങ്കപ്പെടുകയാണ്. മകൻ്റെ പരീക്ഷയുടെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം നല്ല മാർക്കോടുകൂടി ഈ പുത്രൻ ജയിക്കുകയാണ്. എന്നാൽ സ്നേഹത്തോടുകൂടി ഈ മകൻ്റെ കരങ്ങളിലേക്ക് പിതാവ് സമ്മാനമായിട്ട് ഒരു പരിശുദ്ധ ബൈബിൾ കൊടുക്കുകയാണ്. എന്നാൽ ഇഷ്ടപ്പെടാതിരുന്ന ഈ മകൻ, ബൈക്ക് പ്രതീക്ഷിച്ചിരുന്ന മകൻ, ബൈബിൾ കിട്ടിയപ്പോൾ ആ ബൈബിള് അലക്ഷ്യമായിട്ട് താല്പര്യമില്ലാതെ മേശയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇവൻ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇവൻ ആരുടെയൊക്കെയോ സഹായത്താൽ പുറത്തുപോയി സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വരാതെ അവൻ പഠിച്ച് ഒത്തിരിയേറെ വർഷങ്ങൾ കഴിഞ്ഞ് ജോലി സമ്പാദിച്ചു, അവൻ വിവാഹിതനായി. പക്ഷേ പിന്നീട് അവൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നീട് അവൻ പിതാവിൻ്റെ മരണവാർത്തയറിഞ്ഞ് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ അവൻ തൻ്റെ പിതാവിനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പിതാവിൻ്റെ മൃതസംസ്കാര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. വലിയ സങ്കടത്തോടുകൂടി, ഒത്തിരിയേറെ കുറ്റബോധത്തോടുകൂടി ഈ മകൻ സ്വന്തം ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പിതാവ് സമ്മാനമായിട്ട് കൊടുത്ത ഇവൻ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ വിശുദ്ധ ഗ്രന്ഥം മനോഹരമായിട്ട് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ മകൻ ഈ ബൈബിള് തുറന്നു നോക്കുമ്പോൾ അവൻ ആശ്ചര്യപ്പെട്ട് സങ്കടത്തോടുകൂടി അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്.
കാരണം ഇവൻ്റെ റിസൾട്ട് വന്ന ആ ദിവസം തന്നെ ഈ പിതാവ് ഇവൻ്റെ ആഗ്രഹപ്രകാരം ഈ മകന് കൊടുക്കുവാൻ വേണ്ടി ബൈക്ക് ഓർഡർ ചെയ്തതിൻ്റെ പേപ്പർ ഈ ബൈബിളിലിരിക്കുന്നു. എന്നാൽ സ്നേഹമുള്ള പിതാവ് കരുതി ഈ മകൻ നന്നായിട്ട് ബൈക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന അവസരത്തിൽ കൊടുക്കാം എന്ന് കരുതി അത് ഓർഡർ ചെയ്തിട്ട് മകൻ സന്തോഷത്തോടു കൂടി ഒരു ബൈബിള് സമ്മാനമായിട്ട് കൊടുത്തു. എന്നാൽ ഈ പിതാവിൻ്റെ സ്നേഹത്തെയോ ഈ പിതാവിൻ്റെ ആഗ്രഹങ്ങളെയോ തിരിച്ചറിയുവാൻ കഴിയാതെ ഈ പിതാവിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഇഷ്ടമനുസരിച്ചുകൊണ്ട് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു മകനെയാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ ശക്തിയും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാം, യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിതൃപുത്ര ബന്ധമാണ്. അതായത് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് പിതാവിൻ്റെ അടുക്കൽ, സ്നേഹപിതാവിൻ്റെ അടുക്കൽ എത്തിയിട്ട് ആ പിതാവിനോട് തൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ പകുതിയിൽ ഈ പിതാവിൻ്റെ ഹിതമെന്താണെന്ന് തിരിച്ചറിയുവാൻ തക്കവിധം നമ്മളെ തന്നെ പാകപ്പെടുത്തുകയും നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ശക്തിയെ, പ്രാർത്ഥന ജീവിതം നയിക്കുന്ന യഥാർത്ഥ പ്രാർത്ഥനയുടെ മാതൃകയായ ഈശോയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ നല്ല ദൈവമേ, പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനും പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും വേണ്ടി താല്പര്യം കാണിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ ഹിതമല്ല മറിച്ച് നിന്റെ ഹിതമാണ് നിവർത്തിയാകേണ്ടത് എന്ന ഒരു സ്റ്റേജിലേക്ക് വളർന്നു വരുവാനായിട്ടുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ നീ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ദൈവഹിതത്തിന് വേണ്ടി സ്വന്തം ഉദരം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മാനിച്ച നിന്റെ ജീവിതശൈലി ഞങ്ങൾക്കും സ്വന്തമാക്കുവാനായിട്ടുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ